കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ട്. നമുക്ക് ടീച്ചർ എന്തെങ്കിലും പറയാൻ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനൊരു കൺക്ലൂഷൻ ആയിട്ടില്ലല്ലോ. അതായത് ഒരു കുഞ്ഞനുഭവിക്കുന്ന പീഡനത്തെ ഇവര് പരീക്ഷണം എന്ന ലേബല് കൊണ്ട് അവരെ പടച്ചോനെയാണ് ശരിക്കും കുറ്റവാളിയായ പടച്ചോനെ സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതാണ് എന്റെ വാദം. പീഡനം എന്ന് പറഞ്ഞാല് പടച്ചോൻ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നതെങ്കിൽ അതിനകത്ത് ഇരകളാക്കപ്പെടുന്ന ആളും വേട്ടക്കാരനും സാക്ഷികളാകുന്ന നമ്മളും വെറും പാവകൾ മാത്രമാണ്. പിന്നെ എന്തിനാണ് പടച്ചവന്റെ നാടകീയമായ സ്വർഗവും നരകവും വിചാരണയും പരീക്ഷണവും പരലോകവും ഒക്കെ? ഒരു കൊച്ചു കുഞ്ഞിന്റെ വേദനയിൽ പരീക്ഷണം കാണുന്ന പടച്ചവന്റെ ധാർമ്മികത ഒരു കൊലപാതകിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ്. കാരണം ആ കൊലപാതകിക്ക് അങ്ങനെയൊരു ആശയം കൊടുക്കുന്നതും അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതും പടച്ചവനാണ്. അതുകൊണ്ട് ഈ പരീക്ഷണ സിദ്ധാന്തത്തെ ഉപയോഗിച്ചിട്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ശരിക്ക് നീതിയെ കൊലപ്പെടുത്തലാണ്. കാരണം പീഡനം എന്നത് ഒരു സാമൂഹികമായ വിപത്താണ്. ഇത് പടച്ചോന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് ലഘൂകരിച്ചാൽ ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടാനും ഇനിയും കൂടുതൽ കുറ്റവാളികൾ ഉണ്ടാക്കപ്പെടാനും മാത്രമേ ഇത് സഹായിക്കത്തുള്ളൂ. ഒരിക്കലും ഇത് ഇസ്ലാമിന്റെ ധാർമ്മികതയല്ല. ഒരിക്കലും ഇത് ആ കുറ്റവാളിയാക്കപ്പെടുന്ന ആളും ചെയ്യുന്നതല്ല. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് പടച്ചോന്റെ വിധി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ശരിക്കും ആ നീതിപീഠം ശിക്ഷിക്കേണ്ടത് പടച്ചോനെയാണ്. ഈ ജസ്റ്റിസ് എന്നത് എൻ്റെ അൾട്ടിമേറ്റം ഗോഡിലല്ലേ ഉള്ളത്? അല്ലെ അങ്ങനെ അൾട്ടിമേറ്റം പ്രൊവൈഡ് ചെയ്യാനായുള്ള കേപ്പബിലിറ്റി ഗോഡിന് മാത്രമല്ലേ ഉള്ളൂ? മനസ്സിലായില്ല. അപ്പം ഗോഡാണ് ദ ഡിവൈൻ ദ വൺ എന്നുള്ള ഒരു കൺസെപ്റ്റില് ഇവിടെ ഉണ്ടാവുന്ന സകല സാഹചര്യങ്ങൾക്കും കാരണവും ആയിരിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ നീതി എന്നത് എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്യേണ്ടത് ദൈവമാണ്. അപ്പൊ ദൈവത്തിൽ തന്നെ ആയിരിക്കില്ലേ അതിന്റെ ബാധ്യസ്ഥത ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഈ നീതി എന്ന വിഷയം, നീതി എന്ന ഒരു പ്രോപ്പർ ജഡ്ജ്, ഒരു ജഡ്ജിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അതായത് നീതിമാനായിരിക്കണം. ഇനിയിപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരു ജഡ്ജി ആയിട്ടിരിക്കുന്ന ആള് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തി കണ്ടെങ്കിൽ ആ വ്യക്തി ജഡ്ജി ആയിട്ടിരുന്ന് എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ആ ജഡ്ജ് എന്ന് പറയുന്ന ആളുടെ നമ്മൾ നീതി അപ്ലൈ ചെയ്യുമ്പോൾ അതായത് നീതിമാനായിരിക്കണം. ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ നീതി, വിശുദ്ധി, സ്നേഹം, കൃപ ഈ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ദൈവമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ വിഷയം പക്ഷെ അതല്ല. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലാണ് നിൽക്കുന്നത്. ഈ അള്ളാഹുവിന്റെ മുൻവിധിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നേരത്തെ തന്നെ ആളുകളെ നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ എന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ദയവ് ഇത് മാറല്ലേ. അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അള്ളാഹു നേരത്തെ തന്നെ വിധിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവത്തെ പ്രതിയാണ് നമ്മുടെ ടോപ്പിക്. അപ്പോ ഇവിടെ സംഭവിച്ചൊരിതാണ്, ഞാൻ മേളിലൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് മെഹബൂബ് ഒരു മിനിറ്റ്, മെഹബൂബിന് ഇപ്പൊ എടുക്കുന്നില്ല. കാരണം ഒന്നുമില്ല, മെഹബൂബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം താങ്കൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ എടുക്കുന്നില്ല. ഇപ്പൊ വേറൊന്നുമില്ല, എന്ന് താങ്കൾ വിഷയമായിട്ട് സംസാരിക്കുന്ന അന്നേരം എടുക്കും. ചുമ്മാ ഒരു വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് വേറെ വിഷയം സംസാരിക്കേണ്ട കാര്യം. ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സംസാരിക്കും. ഞാൻ ഒന്ന് ഇറങ്ങുവാണേ. ഞാനിപ്പം ഒരുപാട് നേരം അങ്ങോട്ടേക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിന് പോകേണ്ടതുണ്ട്. സമൽ ബ്രോ ഉണ്ടാവും ഇവിടെ? ടീച്ചർ ചെയ്തോട്ടെ, സംസാരിച്ചോട്ടെ. ഓക്കെ ടീച്ചറെ, ഞാൻ ഒന്ന് ഇറങ്ങുവാണ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ടീച്ചർ കേൾക്കുന്നുണ്ടോ? യാതൊരു ടീച്ചർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പൊക്കെ ബ്രദറെ, കുഴപ്പമില്ല, നമ്മളിത് നോക്കാം. ഓക്കെ ടീച്ചർ സംസാരിച്ചോ, ഞാൻ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യത്തില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇടയ്ക്ക് വരത്തുള്ളൂ കേട്ടോ. ടീച്ചർ ക്യാരി ഓൺ ചെയ്തോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അള്ളാഹുവിന്റെ നീതിബോധം എല്ലാ കാലത്തും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ്. ഇപ്പൊ ഖുർആൻ പറയുന്നു, അല്ലദീ, എങ്ങനെയുള്ളവനാണ് അള്ളാഹു, ഖലഖൽ മൗത, മരണം സൃഷ്ടിച്ചവൻ, വൽ ഹയാത്ത, ജീവിതവും, എന്തിനെ, ലിയബ്ലുവക്കും, പരീക്ഷിക്കുന്നതിന് വേണ്ടി.
നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. എന്തിന്? അയ്യുക്കും ഏറ്റവും നല്ലവൻ ആരാണെന്ന്. അയ്യുക്കും അഹ്സൻ, ഏറ്റവും നല്ലവൻ ആരാണെന്ന്. അയ്യുക്കും നിങ്ങളിൽ, അഹ്സനു ഏറ്റവും നല്ലവൻ, അമലൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണ് എന്നറിയാൻ. വഹുവൽ അസീസുൽ ഗഫൂർ, അള്ളാഹു പ്രതാപശാലിയാണ്, പാപം പൊറുക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു മരണവും ജനനവും മനുഷ്യനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു അദൃശ്യജ്ഞാനിയാണ് എന്ന വാദം ഇവിടെ പൊളിഞ്ഞു വീഴുന്നു. ഒന്ന്. രണ്ടാമത്തത്, അള്ളാഹു പ്രതാപിയാണ്, പൊറുക്കപ്പെടുന്നവനാണ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? ആ പെൺകുട്ടിക്ക് പുറത്തു കൊടുത്തത് കൊണ്ടാണ് പരലോകത്ത് സ്വർഗം ലഭിക്കുന്നത്. ഒരു തെറ്റും ആ പെൺകുട്ടി ചെയ്തിട്ടില്ല. ഇനിയും കുറ്റവാളിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ട് അവൻ എങ്ങാനും തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അവനോടും അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ മതപണ്ഡിതന്മാര് പറയുന്നു ജീവിതം ഒരു പരീക്ഷണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ വാബിറുസ് സബീൽ, ഈ ലോകത്ത് നീ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു വിദേശിയെ പോലെയോ ജീവിക്കുക. യാതൊരു പ്രതിബദ്ധതയുമില്ല, സമൂഹത്തോടില്ല, കുടുംബത്തോടില്ല, രാജ്യത്തോടില്ല, സഹജീവികളോടില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ പടച്ചവന്റെ ഈ ഒരു മാനവികത എന്താണെന്ന് നമുക്ക് മനസ്സിലാകാണ്. ക്രൂരതകള്, അക്രമങ്ങള്, ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ വേദന, അതിന് കാരണക്കാരാകുന്നവരുടെ ഉത്തരവാദിത്വത്തെ എങ്ങനെയാണ് പടച്ചവൻ നോക്കിക്കാണുന്നത്? കാരണം അത് ചെയ്യിപ്പിക്കുന്നത് പടച്ചവനാണെങ്കിൽ നീതി, ഇപ്പം അദ്ദേഹം പറഞ്ഞു അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്ന നീതി ഗോഡിലായിരിക്കണമെന്ന്. ആ ഗോഡ് ചെയ്യുന്ന നീതിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇപ്പൊ ഖുർആനില് അതുപോലെ ഹദീസുകളിലുമൊക്കെ ജീവിതത്തെ പരീക്ഷണമായിട്ട് കാണാൻ പറയുന്നു. ദുരിതങ്ങളെ ക്ഷമയോടുകൂടി സഹിക്കണമെന്നും പറയുന്നു. എന്തു വന്നാലും ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, നിങ്ങൾ ക്ഷമിക്കണം. കാരണം നിങ്ങൾ ക്ഷമിച്ചാൽ ആ ക്ഷമിക്കുന്നവരോടൊപ്പം ഉണ്ടാകും അല്ലാഹു എന്ന് പറയുന്നു. ഇവനെ പ്രയാസങ്ങൾ കൊടുത്തിട്ട് ഇവൻ എങ്ങനെ അതിനെ അതിജീവിക്കും എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട പടച്ചോൻ. ഇത് എങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്? കാഴ്ചപ്പാടുകള്, പടച്ചവന്റെ കാഴ്ചപ്പാടുകള്, പടച്ചവന്റെ കൽപ്പനകള്, പടച്ചവന്റെ വിധി, ഇതൊന്നും നമുക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു മനുഷ്യൻ ഭയങ്കരമായ ഭയത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നു. അവന് പേടിയാണ്. ഇപ്പൊ ഇസ്രായേലിനെ പേടിച്ചിട്ട് ആയത്തുള്ള അലി കൊമേനി പുറത്തിറങ്ങാത്തതുപോലെ. വിശപ്പ് സൊമാലിയയും നൈജീരിയയിലും ഒക്കെ നമ്മൾ കാണുന്നു. ധനനഷ്ടം പാകിസ്ഥാനിൽ, അഫ്ഗാനില് മക്കളെ വിൽക്കുന്നു. ജീവഹാനി, എത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു. ശരി, വിഭവ നഷ്ടം, ദാരിദ്ര്യം, ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ അഫ്ഗാനികള് സ്വന്തം കുഞ്ഞുങ്ങളെ വിൽക്കുവാണ്. 6 വയസ്സും 4 വയസ്സും 3 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. എന്തിനെ? ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുവാണ്. ആ പണം കൊണ്ട് വേണം ഇവർക്ക് മറ്റേ മക്കൾക്ക് കഞ്ഞി കൊടുക്കാൻ. പഠിച്ചുകൊണ്ട് തടയാൻ പറ്റില്ലേ? അപ്പോ ഒരു കൊടും കുറ്റകൃത്യത്തിന് ഇരയാകുന്നതിനെ പരീക്ഷണം എന്ന ലേബൽ വെച്ച് ചെയ്യുമ്പോൾ ഇരയുടെ വേദനയ്ക്കും മുകളിൽ മതപരമായ പടച്ചവന്റെ ഒരു കലായും കതിറും അത് വരുന്നുണ്ട്. ഇത് ഇരയോട് നീതി ചെയ്യുന്നതിന് പകരം, ഇരയോട് പ്രതികരിക്കേണ്ടതിന് പകരം അവനോട് അവിടെ ക്ഷമിക്കാനെന്നാ പഠിപ്പിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അതിനകത്ത് നീ ക്ഷമിക്കാൻ പറയുമ്പോൾ ആ സൃഷ്ടാവിന്റെ നിയമങ്ങൾക്കു മേലെ സൃഷ്ടികൾ ഉണ്ടാക്കി നിയമം അവന് തൂക്കുകയറാണ് ഇടേണ്ടതെന്ന്. അപ്പൊ ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കും. എങ്ങനെ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, നല്ലതു കൊണ്ടും ചീത്ത കൊണ്ടും ഒരു പരീക്ഷണമായി നിങ്ങളെ പരീക്ഷിക്കുമെന്ന് എല്ലാം അറിയുന്ന ഒരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ ഇട്ടാൽ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയുന്ന പടച്ചോൻ എന്തിനാ പരീക്ഷിക്കുന്നത്? ആദം നബിയുടെ ഭാര്യയായിട്ടുള്ള ഹവ്വ 20 പ്രസവങ്ങളിൽ 40 മക്കളെ പ്രസവിച്ചിട്ട് ഈ മക്കളെ പരസ്പരം വേഴ്ച ചെയ്യാൻ അനുവദിച്ച് അത് നോക്കിക്കണ്ട് ആസ്വദിച്ച ആ പടച്ചോന്റെ നീതിബോധം എന്താ? എന്നിട്ട് ആദ്യത്തെ 2 മക്കളും രണ്ടാമത്തെ പ്രസവത്തിലെ 2 മക്കളും തമ്മിൽ തല്ലി ഒരു പെണ്ണിന് വേണ്ടി ഒരുത്തനെ കൊല്ലുന്നു. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന നീതി. അക്രമം നടത്തുന്ന, ക്രൂരതകൾ നടത്തുന്നതൊക്കെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നും ആ കുറ്റകൃത്യങ്ങൾക്കൊരു ദൈവികമായിട്ടുള്ള ആസൂത്രണമുണ്ടെന്നും പറയുമ്പോൾ ആ നീതിബോധത്തെയാണ് മനുഷ്യത്വമില്ലായ്മ എന്ന് നമ്മൾ പറയുന്നത്. ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ സംഭവിക്കുന്ന ഒരാപത്തും അത് സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ ഒരു രേഖയിൽ അഥവാ ലൗഹിൽ മഹ്ഫൂലിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തതല്ല എന്നാണ് ഖുർആൻ പറയുന്നത്.
ഹദീദ് എന്ന അധ്യായത്തിന്റെ 22-ാമത്തെ വചനം നമ്മുടെ ബാരോസ് ബ്രദർ ഇവിടെ വായിച്ചതാ. അപ്പൊ നേരത്തെ തന്നെ സൗമ്യ ഈ രൂപത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടണം എന്ന് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ഗോവിന്ദച്ചാമി അത് ചെയ്യണം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഗോവിന്ദച്ചാമിയെ ശിക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നേരത്തെ തന്നെ പടച്ചോന്റെ വിധി അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അപ്പൊ എല്ലാം മുൻകൂട്ടി രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തിനു പരീക്ഷിക്കുന്നു? കാരണം പിന്നെ സൗമ്യ അതിനെ അതിജീവിക്കരുത് അള്ളാഹു എഴുതിയേക്കുക. ഗോവിന്ദച്ചാമിയുടെ കരങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെടണം, അത് കൊല്ലപ്പെടണം, അതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. പിന്നെ ഈ പരീക്ഷണം എന്ന വാക്കുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടിയെ പരീക്ഷ എഴുതാൻ നമ്മൾ അനുവദിക്കുന്നു, ആ ചോദ്യത്തിനുള്ള മുഴുവൻ ഉത്തരവും ഈ കുട്ടി ജയിക്കണോ തോൽക്കണോ നമ്മൾ തീരുമാനിച്ചിട്ട് ഒരു കുട്ടിക്ക് ബുക്ക് തന്നെ കൊണ്ടു കൊടുക്കുന്നു, നോട്ട് എഴുതിയ ബുക്ക്, മറ്റേ കൊച്ചു ജയിക്കണ്ട, ഈ പുസ്തകത്തിലില്ലാത്ത ചോദ്യങ്ങളും നൽകുന്നു. ഇതെന്ത് പരീക്ഷണമാണ്? കൊച്ചു ജയിക്കണോ തോക്കണോ എന്നുള്ളത് ഈ പുസ്തകം കൊടുക്കുന്ന, ഈ നോട്ട് ബുക്ക് കൊടുക്കുന്ന, ചോദ്യമിടുന്ന വ്യക്തിയല്ലേ തീരുമാനിച്ചത്? അപ്പോ ഈ പരീക്ഷണമാണ് ഇതെല്ലാമെങ്കിൽ പീഡനം നടത്തുന്നവന്റെ ഒരു ഫ്രീ വിൽ ഉണ്ടല്ലോ, അതിനെന്ത് പ്രസക്തിയാണുള്ളത്? ഇപ്പോ ഒരു പക്ഷെ ഗോവിന്ദച്ചാമിക്ക് അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകില്ല, അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് പടച്ചോന. അപ്പോ പടച്ചോന്റെ തീരുമാനവും പടപ്പുകളുടെ തീരുമാനവും രണ്ടാണ്. അത് പടപ്പ് തീരുമാനിച്ചതല്ല, കാരണം പടപ്പിന് ഫ്രീ വില്ലില്ല, പടച്ചോന്റെ തീരുമാനമാണ്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെ കണ്ടെത്താനുള്ള പടച്ചവന്റെ പരീക്ഷണത്തിൽ ആ കൊച്ചു കൊല്ലപ്പെടുന്നത്. അതായത് പീഡിപ്പിക്കപ്പെടുന്നവൾക്ക് ലഭിക്കുന്ന മാനസിക ശാരീരിക വേദനകൾക്ക് ഒരു പരീക്ഷണം എന്ന പേരിൽ ന്യായീകരണം നൽകിയിട്ട് അവളോട് പറയുവാണ്, നീ ക്ഷമിക്കാൻ, നിനക്ക് പരലോകത്ത് എന്തോ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ സർവശക്തനായ അള്ളാഹു ഈ അക്രമത്തെ തടയാതെ, ഒരു ബലാത്കാരത്തെ തടയാതെ, പ്രതിരോധിക്കാൻ ആ കൊച്ചിനെ അനുവദിക്കാതെ, ഒരു കാഴ്ചക്കാരനായി വെറും ഒരു നോട്ടക്കാരനായിട്ട് മാത്രം നോക്കി നിൽക്കുമ്പോൾ ഇതെങ്ങനെയാ നീതിയാകുന്നത്? ഇരയുടെ നിലവിളി കേൾക്കുന്നില്ല. അപ്പൊ ആ പടച്ചോനെ നീതിമാനാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഖുർആനിലെ അനേകം വചനങ്ങളുണ്ട്, ഹദീസുകളിലും നമുക്കതൊക്കെ വെച്ചിട്ട് സമർത്ഥിക്കാൻ പറ്റും. ഇപ്പൊ അള്ളാഹു എന്ന് പറയുന്ന ആ സൃഷ്ടാവിന്റെ മതബോധനം എന്ന് പറയുന്ന സിസ്റ്റം തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെടണം എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. അതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല. ലിമാമാനി, ഒരാൾക്കും തടയാൻ പറ്റില്ല. അള്ളാഹു നൽകിയതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിനെ നൽകാനോ ആർക്കും പറ്റില്ല. അപ്പം ഇതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ യുക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നും വൈരുദ്ധ്യമാണ്, വിരുദ്ധമായിട്ടൊരു സങ്കല്പത്തിൽ നമുക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു പെൺകുട്ടി ബലാത്കാരം ചെയ്യുന്നത് പടച്ചവന്റെ വിധിയാണ് എന്ന് പറയുന്ന ആ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ, അത് തെറ്റാണ്. അത് തെറ്റാണ്. ഇസ്ലാമിന്റെ വിധി അനുസരിച്ച്, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഈ തെറ്റിന്റെ കുറ്റവാളിയാക്കപ്പെടുന്നത് ആരാ? അത് ചെയ്യാൻ പ്രേരിപ്പിച്ച പടച്ചറബ്ബാണ്. അപ്പൊ പടച്ചറബ്ബിന്റെ ഈ ക്രൂരതയെ നിങ്ങൾ എത്രമാത്രം പെയിന്റ് അടിച്ചിരുന്നാലും ശരി, നിങ്ങൾക്കത് വെളുപ്പിക്കാൻ പറ്റില്ല. ഏതൊരു കുറ്റകൃത്യത്തെയും പടച്ചവന്റെ വിധി എന്ന ലേബലിൽ ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യത്തെയും നിങ്ങൾ സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് പടച്ചവൻ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. ആ കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്നതിന് തുല്യമാണത്. ഇത് വിധി എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് പെൺകുട്ടിയുടെ വേദനയേക്കാൾ ഉപരിയായിട്ട് ഒരു അദൃശ്യമായിട്ടുള്ള ദൈവിക പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇരയുടെ വേദനയെ നിസാരവൽക്കരിക്കുകയും അവൾ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരത ദൈവത്തിന്റെ പടച്ചവന്റെ പരീക്ഷണമായി മാറ്റുകയും കുറ്റവാളിയെ രക്ഷപ്പെടുത്തുകയും വേറെ ഒരു പ്രോഫിറ്റ് കൂടി പരലോകത്ത് വേറെ പ്രതിഫലം കൊടുക്കുമെന്നും. എന്ത് തന്നെ കൊടുത്തിരുന്നാലും ശരി, അതിന് നഷ്ടപ്പെട്ടത് നഷ്ടം തന്നെയാണ്. മതഗ്രന്ഥങ്ങളിൽ പറയുന്ന, അതായത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. പടച്ചോൻ തീരുമാനിക്കുമെന്നാ പറഞ്ഞത്. ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എന്തിന് പ്രവർത്തിക്കണം, ഇതെല്ലാം പടച്ചോൻ നേരത്തെ തന്നെ ഒരു കുറ്റകൃത്യം നടക്കും എന്ന് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്യാൻ നിർബന്ധിതനാകുന്ന ആൾ കുറ്റക്കാരനാകത്തില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇവിടെ റേപ്പ് ചെയ്യപ്പെടണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ റേപ്പ് ചെയ്യുന്ന ആള് ഒരിക്കലും കുറ്റക്കാരനാകുന്നില്ല. കാരണം അത് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ് കുറ്റക്കാരനായി മാറുന്നത്.
അപ്പോ പടച്ചോന്റെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നടന്നേ പറ്റൂ. അപ്പൊ ഇരയുടെ ശരീരവും മനസാക്ഷിയും ഉപയോഗിച്ച് എന്തിനാണ് അള്ളാഹു ഈ രൂപത്തിൽ ഒരു പരീക്ഷണം നടത്തിയിട്ട് ഈ വേട്ടക്കാരനെയും പഠിപ്പിക്കുന്നു, മരണത്തെയും ജനത്തെയും സൃഷ്ടിച്ചിട്ട് പരീക്ഷിക്കുകയും ചെയ്യുന്നു, മരണശേഷം നീതി ലഭിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ അർത്ഥശൂന്യതയാണ്. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ നീതി എന്നത് കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതിലൂടെയാണ്. ഇരയ്ക്ക് ആശ്വാസം ലഭിക്കുന്നില്ല അതിലൂടെ. ആ പെൺകുട്ടി അനുഭവിച്ച വേദനകൾക്ക് ഒന്നും പകരമാകുന്നില്ല. അതിന് സുരക്ഷ ആക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അള്ളാഹു അതിൽ നിന്നും വ്യതിചലിച്ച് തന്റെ ഇച്ഛ നടപ്പിലാക്കാൻ, തന്റെ കൽപ്പന നടപ്പിലാക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പോ ഈ ലോകത്ത് ആ പെൺകുട്ടി ഇര അനുഭവിച്ച വേദനകൾക്ക് പരിഹാരമായി മരണാനന്തര സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് ഈ ലോകത്തെ തിന്മകളെ കണ്ടില്ല എന്ന് നടിക്കാനുള്ള ഒരു മാർഗവും, കുറ്റവാളിക്ക് ഇതെല്ലാം പടച്ചവന്റെ തീരുമാനപ്രകാരം ഞാൻ ചെയ്തതാണ് എന്നും ഇനിയും ഇതുപോലെ അനേകായിരം കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടാനും ഇത് സമൂഹത്തിൽ നീതി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കാനും മാത്രമേ ഉപകരിക്കൂ. ഓക്കെ.